കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ജന്മനാടുകളിലേക്കും ആശുപത്രി മോർച്ചറികളിലേക്കുമൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് മൃതദേഹങ്ങൾ വീടുകളിലേക്കൊക്കെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെ കണ്ണീർ അണിയിക്കുന്ന കാഴ്ചയാണ്. അതേ കാഴ്ചകൾ തന്നെ നെടുമ്പാശ്ശേരിയിൽ കണ്ട അതിൻ്റെ 10 മടങ്ങ് ഇരട്ടി ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചകളും വിലാപങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ആ വീടുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. നമുക്ക് മലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നൂഹ് എന്ന 41 വയസ്സുകാരനെ ആ നാടിന് നഷ്ടമായി. നൂഹിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ പോകുന്നു. അല്പസമയത്തിനകം എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺ അമർനാഥ് അവിടെ നിന്നുള്ള കാഴ്ചകൾ വിവരിക്കും. അരുൺ, 11 വർഷമായി കുവൈറ്റിൽ ജോലി നോക്കുന്ന നൂഹ് ഈ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് മരണപ്പെട്ടത് എന്ന് അറിയുമ്പോൾ അത്യന്തം ഖേദം കൂടുന്നുണ്ട്. 4 മാസം മുൻപ് അവധി കഴിഞ്ഞ് മടങ്ങിയ ആൾ കൂടിയാണ്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ തന്നെ കണ്ണീർ കാഴ്ചകൾ എങ്ങനെയാണ്? പ്രജീഷ്, നാടിന് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല നൂഹിൻ്റെ വിയോഗം. 11 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ നൂഹ് കുവൈത്തിലേക്ക് പോകുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗമായിരുന്നു. അങ്ങനെ 11 വർഷം മുമ്പ് പ്രതീക്ഷകളുടെ ഭാരവും പേറി ജോലി തേടി കുവൈത്തിലെത്തുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ഈ മരണം സംഭവിക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളി അംഗം കൂടിയാണ്. നാട്ടിലൊക്കെ സജീവമായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആൾ തന്നെയായിരുന്നു നൂഹ്. 3 പെൺകുട്ടികളുടെ ഉപ്പയാണ്. 13, 11, 9 വയസ്സുള്ള കുട്ടികളാണ് നൂഹിനുള്ളത്. 2 മാസം മുമ്പാണ് അവധി കഴിഞ്ഞ് ഈ കുവൈത്തിലേക്ക് മടങ്ങിയത്. ഇനി ഉപ്പയെ കാണാനാകില്ല. ഇനി ഉപ്പ മിഠായി പൊതികളും സമ്മാനങ്ങളുമായി എത്തില്ല എന്നതാ ഉൾക്കൊള്ളാൻ കുട്ടികൾക്ക് ആവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും നാട് അതിനെ ഉൾക്കൊള്ളുന്നില്ല. നാടിന് അത് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഇന്നലെ മുതൽ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ എന്തായാലും മനസ്സിലാകുന്നത്. നൂഹിന് കടബാധ്യതകളേറെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രവാസി ജീവിതത്തിനായി ഈ വിദേശത്തേക്ക് പോകുന്നത്. ഒപ്പം തന്നെ വീട് നിർമ്മാണം ബാക്കിയാണ്. അത്തരം പ്രതിസന്ധികളെല്ലാം നൂഹിന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതെല്ലാം ബാക്കിയാക്കിയാണ് നൂഹ് മടങ്ങുന്നതെന്ന് വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ് തിരൂർ കൂട്ടായിലെ ഈ ഒരു വീട്ടിൽ നിന്ന് അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. എന്തായാലും അല്പസമയത്തിനകം മൃതദേഹം ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ്. ഈ കൂട്ടായി റാത്തിബ് ജുമാ മസ്ജിദിൽ വെച്ചാണ് ഖബറടക്കം. ഇവിടെ എത്തി പൊതുദർശനത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഖബറടക്കും എന്നാണ് ബന്ധുക്കൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. പ്രജീഷ്, അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ എല്ലാവരെയും പോലെ നൂഹും സ്വപ്നങ്ങളൊക്കെ ഉള്ളിലെത്തിക്കൊണ്ടാണ് കടൽ കടന്ന് വിമാനത്തിൽ യാത്രയാകുന്നത് കുവൈറ്റിലേക്ക്. 11 വർഷം മുമ്പാണ് അവിടേക്ക് എത്തുന്നത്. 4 മാസം മുൻപ് പോയിരുന്നു. അങ്ങനെ ഓരോ വരവിനും ഒരുപിടി സ്വപ്നങ്ങളുമായി നാട്ടിലേക്ക് എത്തുന്നു. പിന്നീട് ഒരുപിടി ഉത്തരവാദിത്തങ്ങൾ തലയിലേറ്റി തിരികെ പോകുന്ന പ്രവാസികളായിരുന്നു ഇവരൊക്കെയും. അവരുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളാണ് വിലപിക്കുന്നത്, സുഹൃത്തുക്കളാണ് വിലപിക്കുന്നത്. നാടൊന്നാകെ ആ ദുഃഖത്തിനൊപ്പം പങ്കുചേരുകയാണ്.